അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിട്ടുള്ള സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും ഒരു മനുഷ്യച്ചങ്ങല തീർക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ യുവജനങ്ങളോട് രാജ്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം തന്നെ സൗദിയിലേക്ക് എത്തുന്ന ഇറാന്റെ ആക്രമണങ്ങൾ തുടരുകയാണ്. അതിന് വിജയകരമായിട്ട് സൗദി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 7 ചൊവ്വാഴ്ച പുലർച്ചെ സൗദിയുടെ കിഴക്കൻ മേഖലകളെ ലക്ഷ്യമാക്കി വന്നിട്ടുള്ള 11 ബാലിസ്റ്റിക് മിസൈലുകളും 18 ഡ്രോണുകളുമാണ് സൗദി എയർ ഡിഫൻസ് സംവിധാനം തകർത്തത് എന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. മിസൈലുകൾ തകർക്കുന്നതിനിടയിൽ അവശിഷ്ടങ്ങൾ ഊർജ്ജ നിലയങ്ങളിൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതുമൂലം കിഴക്കൻ പ്രവിശ്യയിലെ ജനങ്ങൾക്ക് സിവിൽ ഡിഫൻസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അപകട സാധ്യത ഒഴിഞ്ഞ ശേഷം പിന്നീട് ഇത് പിൻവലിക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ പകർത്താനായിട്ട് ബാൽക്കണി മേൽക്കൂരകളിലൊക്കെ കയറി നിൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സുരക്ഷാ വിഭാഗം ഇപ്പോൾ കർശനമായിട്ട് നിർദ്ദേശം നൽകുകയാണ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം സൗദിയെ ലക്ഷ്യമാക്കി എത്തിയിട്ടുള്ള 903 ഡ്രോണുകളും 83 ബാലിസ്റ്റിക് മിസൈലുകളും 9 ക്രൂയിസ് മിസൈലുകളും സൗദിയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും രാജ്യത്ത് സജ്ജമാണെന്നും സുരക്ഷാ വിഭാഗം അറിയിക്കുന്നുണ്ട്.